اللهم إنك أنت السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام وأدخلنا برحمتك دار السلام അല്ലാഹുവേ നീ സമാധാനമാണ്, അല്ലാഹുവേ നീ ശാന്തിയാണ്. മിൻകസ്സലാം, സമാധാനത്തിന്റെ സന്ദേശം വരുന്നത് നിന്റെ പക്കൽ നിന്നാണ് റബ്ബേ. വഇലൈക യർജിഉസ്സലാം, സമാധാനം മടങ്ങുന്നതും നിന്നിലേക്കാണ്. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, ഞങ്ങൾക്ക് സമാധാനം തരണേ അല്ലാഹ്. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. അതുകൊണ്ട് സമാധാനത്തിന്റെ ലോകമായ സ്വർഗ്ഗമെന്ന ലോകത്തേക്ക് നീ ഞങ്ങളെ കൊണ്ടുപോവണേ എന്ന അല്ലാഹുവിനോടുള്ള ചോദ്യമാണത്. സമാധാനമുള്ളിടത്ത് വിജയമുണ്ട്. വിജയം വേണോ അവിടെ സമാധാനം വേണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ വിജയം ലഭിക്കുമെന്ന് നമ്മൾ പറയുന്നതും. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, അല്ലാഹുവിനെ മാത്രം അനുസരിക്കാനല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബിനെ അനുസരിക്കാൻ പറഞ്ഞു. അല്ലേ, എന്നെ മാത്രം അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞോ? ഇല്ല. എന്നെ മാത്രം അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞോ? ഇല്ല. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ എന്നെ അനുസരിക്കണേ, എന്റെ റസൂലിനെ അനുസരിക്കണേ. നബിയേ, താങ്കൾ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയേ, സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ പിൻപറ്റുന്നവരാണെങ്കിൽ അല്ലാഹുവിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹ് വേണം. മതിയോ? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നടന്നു മതിയോ? പോരാ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കണം, എന്നെ പിൻപറ്റണം. എന്നെ പിൻപറ്റാതെ അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കില്ല. ഇത് പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. എപ്പോഴാണ് അല്ലാഹുവിനെ അംഗീകരിക്കുന്നത്, എപ്പോഴാണ് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്, എപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുന്നത്, അപ്പോഴാണ് ജീവിതത്തിലേക്ക് സമാധാനം വരുന്നത്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുമാറാവട്ടെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹു ചൊല്ലുന്നുണ്ട്, മലക്കുകൾ ചൊല്ലുന്നുണ്ട് റസൂലിന്റെ പേരിൽ സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് പിന്നെ ഇതെപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എവിടെ അറിയോ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇത് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. എവിടെ? പള്ളിയിലോ? എപ്പോഴാ കേൾക്കുന്നത്? പള്ളിയില്. മാഷാ അല്ലാഹ്, ജുമഅയൊക്കെ കേൾക്കാറുണ്ട്. ഇതിന്റെ അർത്ഥം ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് അതിന്റെ അർത്ഥം? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മാലാഖമാരും റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് പൊന്നു മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാൻ ചെല്ലുന്നുണ്ട്, എന്റെ മലക്കുകളും ചെല്ലുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്താ പറഞ്ഞാല്? അങ്ങനെ ഒരു ചോദ്യമാണ്. അള്ളാഹുവിന് വേണമെങ്കിൽ എന്ത് പറയാ? സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളൊക്കെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് നിർത്താം. പക്ഷെ സ്വലാത്തിന് അത്ര പറഞ്ഞിട്ട് പോരാ, ആ ഗൗരവം അത്ര പോരാ. അപ്പൊ അള്ളാഹ് പറഞ്ഞെന്തേ? ഞാൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ സൃഷ്ടാവാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. പിന്നെ
ലാ യഅസൂന അല്ലാഹ മാ അമറഹും. ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത നന്മകൾ മാത്രം ചെയ്യുന്ന അല്ലാഹുവിന്റെ മലായികകൾ അവർക്ക് വേണമെങ്കിൽ ചെല്ലാതിരിക്കാം. പക്ഷേ അവരും സ്വലാത്ത് ചെല്ലുന്നുണ്ട്. ആരുടെ പേരിൽ? നബിയുടെ പേരിൽ. പിന്നെ പാപികളായ എന്റെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിക്കൂടെ? ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനും എന്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലുമ്പോ നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിക്കൂടെ? സ്വലാത്ത് ചെല്ലുന്ന നിർബന്ധമാണ്. ജീവിതത്തിൽ ഒരു തവണ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലൽ നിർബന്ധമാണ്. അത് വാജിബാണ്. എന്തേ? ഈ ആയത്തിന്റെ മാനദണ്ഡം അതാണ്. എന്താണ് ആയത്ത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലായികകളും അല്ലാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുമ്പോൾ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ. നിങ്ങൾക്കറിയുമോ, മയ്യിത്ത് നിസ്കാരം അതൊരു ഫർള് കിഫയാണ്. എല്ലാവരും നിസ്കരിക്കണമെന്നില്ല, അല്ലെ? എല്ലാവരും നിസ്കരിക്കണമെന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു പോയാല് ഒരാൾ നിസ്കരിച്ചാല് നാട്ടുകാരുടെ ദൗത്യം തീർന്നു. എന്നാ പിന്നെ ഇനി മുതൽ മയ്യിത്ത് നിസ്കാരത്തിലൊന്നും പങ്കെടുക്കേണ്ടതില്ലല്ലോ, ഒരാൾ നിസ്കരിച്ചാൽ മതിയല്ലോ. അങ്ങനെ പറഞ്ഞ് നടന്നാലേ ഇൻഷാ അല്ലാഹ് നമ്മളും നാളെ മരിക്കും, ഒരാൾ ഉണ്ടാവും നിസ്കരിക്കാൻ. അല്ലേ? അത് ആലോചിക്കുക. അപ്പൊ മയ്യിത്ത് നിസ്കാരം ഫർള് കിഫയാണ്. ആ മയ്യിത്ത് നിസ്കാരത്തിൽ എന്തൊക്കെ കട്ട് ചെയ്തു? എത്ര സുജൂദുണ്ട് മയ്യിത്ത് നിസ്കാരത്തില്? 3 എത്രയുണ്ട്? ഒന്നല്ലേ? ഒന്നുമില്ല. ഒരു സുജൂദില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? അള്ളാഹു അടിമകൾ ഏറ്റവും നന്നായി സ്നേഹിക്കുന്നത് അവൻ സുജൂദിലിരിക്കുമ്പോഴാണ്. അഖ്റബു മാ യകൂനുൽ അബ്ദു, അള്ളാഹുവിലേക്ക് ഏറ്റവും നന്നായി ഒരു അടിമ അടുക്കുന്നത് വഹുവ സാജിദുൻ, അയാൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന് അടിമയോട് ഏറ്റവും ഇഷ്ടമുള്ള സമയം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സുജൂദ് ചെയ്യലാണ്. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സുജൂദ് നിസ്കാരത്തിൽ നിന്ന് അള്ളാഹു മുറിച്ചു കളഞ്ഞു. റുകൂഉ ചെയ്യലും അള്ളാഹുവിന് ഇഷ്ടമാണ്. റുകൂഉം മാറ്റി, ഇഅ്തിദാലും മാറ്റി, തഹിയ്യാത്തും മാറ്റി, എല്ലാം മാറ്റി. പക്ഷേ ഒരു കാര്യം മാത്രം മാറ്റിവെച്ചില്ല, അത് സ്വലാത്താണ്. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് അള്ളാഹു മാറ്റിവെച്ചില്ല മയ്യിത്ത് നിസ്കാരത്തിൽ. അല്ലെ? വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. നമ്മൾ മറ്റുള്ള നിസ്കാരങ്ങളിൽ സുജൂദ് ചെയ്തില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. സുജൂദ് ചെയ്തില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. അങ്ങനെയുള്ള സുജൂദ് എല്ലാം മാറ്റിവെച്ചു. ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഫാത്തിഹ ഓതി, രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ സ്വലാത്ത് ചൊല്ലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിം. ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലി രണ്ടാമത്തെ തക്ബീറിന് ശേഷം റുകൂഉം സുജൂദും ഇഅ്തിദാലും നിസ്കാരത്തിന്റെ പവിത്രമായ ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിയപ്പോഴും അല്ലാഹു സ്വലാത്ത് റസൂലുള്ളാഹിയുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിനെ മാറ്റിവെച്ചില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിനെ മാറ്റിവെച്ചില്ല. സ്വലാത്ത് അല്ലാഹു അവിടെ നിലനിർത്തി. മൂന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു ദുആ ചെയ്യാൻ തുടങ്ങി. നാലാമത്തേതിലും ദുആ ചെയ്തു അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദ. എല്ലാവരും നിസ്കരിക്കുന്നു, ഞാനും നിസ്കരിക്കുന്നതിൽ ഒന്നാമത്തെ തക്ബീറിൽ എന്താണ് അല്ലാഹു അലം, രണ്ടാമത്തേതിൽ അറിയില്ല, മൂന്നാമത്തേതിൽ അറിയില്ല. നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾ അങ്ങനെയാണെന്ന് തോന്നിപ്പോവാണ്. സത്യത്തിൽ അതന്നല്ലേ അവസ്ഥ? അല്ലേ? ഇമാം കൈകെട്ടുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇങ്ങനെ ഉണ്ടാണ്ടിരിക്കും, വീണ്ടും അല്ലാഹു അക്ബർ, പിന്നെ വീണ്ടും അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. കഴിഞ്ഞു നിസ്കാരം. ഒന്നാമത്തേതിൽ ഫാത്തിഹ, രണ്ടാമത്തേതിൽ സലാത്ത്, മൂന്നാമത്തേതിൽ ആ ദുആ നീണ്ട ദുആയാണ്. അതറിയാത്തവർ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ മയ്യിത്ത് നിസ്കാരത്തിൽ വരെ അല്ലാഹു എല്ലാം ഒഴിവാക്കിയപ്പോൾ സ്വലാത്തിനെ അവിടെ നിർത്തി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാധാന്യം അറിയിക്കാനാണ്.
അപ്പൊ ഒരു മനുഷ്യന്റെ വിജയം ലഭിക്കുക എങ്ങനെ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചു, ഒരു സ്വഹാബി ചോദിച്ചു, കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ അങ്ങേക്ക് വേണ്ടി എന്റെ സ്വലാത്തിനെ മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങേക്ക് വേണ്ടി എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ ജീവിതത്തിന്റെ ഒരു കാൽഭാഗം അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ ഞാൻ മാറ്റിവെക്കട്ടെ. ജീവിതത്തിന്റെ കാൽഭാഗം, സുബ്ഹാനല്ലാഹ്, ജീവിതത്തിന്റെ കാൽഭാഗം. ഒരു ദിവസത്തിന്റെ കാൽഭാഗം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാകുമ്പോ അതിനെ ഡിവൈഡ് ബൈ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര ആവാ? 8 അല്ലെ? 8, 16, 24 അല്ലേ? സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് കണക്കറിയുന്ന ആരാ? എല്ലാരും ബാക്ക് സ്കൂളിൽ കണക്കിലാണല്ലേ, SSLCയിലൊക്കെ പോവുക കണക്കിലായിരിക്കും. അപ്പോ 8 മണിക്കൂർ ഞാൻ സലാത്തിന് വേണ്ടി അങ്ങേക്ക് മാറ്റി വെക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് നിന്റെ ദിവസത്തിന്റെ 8 മണിക്കൂറാണ്, കാൽഭാഗമാണ് സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ നിനക്കതാണ് ഉത്തമം. നിന്റെ കാൽഭാഗത്തെക്കാളും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ അതാണ് നിനക്ക് ഉത്തമമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സ്വഹാബി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്നാൽ എന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗം സ്വലാത്തിന് വേണ്ടി ഞാൻ നീക്കിവെക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് പകുതി ഭാഗമാണ് നീ സ്വലാത്ത് ചൊല്ലുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇതിനേക്കാളും കൂടുതൽ നീ സ്വലാത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ അതാണ് നിനക്ക് നല്ലത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോഴാണ് ആ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതം മുഴുവനും അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാറ്റിവെക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു കൊടുക്കുന്നത്. ഇദൻ തുഖ്ഫാ ഹമ്മുക വതുഗ്ഫറു ദുനൂബുക വതുഗ്ഫറു ദംബുക. നിന്റെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നീ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ പിന്നെ നോ ടെൻഷൻ, ടെൻഷൻ ഫ്രീ ലൈഫ്. ഷുഗർ ഫ്രീ എത്ര പിന്നെ ആൽക്കഹോൾ ഫ്രീ സ്പ്രേകളുണ്ട്, പിന്നെ ഷുഗർ ഫ്രീ ജ്യൂസുകളുണ്ട്. അതേപോലെ ടെൻഷൻ ഫ്രീ ലൈഫ്, ദുഃഖമില്ലാത്ത ജീവിതം, വിഷമമില്ലാത്ത ജീവിതം, സന്തോഷത്തിന്റെ ദിനരാത്രങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്കത് മതി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജീവിത വിജയം എങ്ങനെ ലഭിക്കും? തുഖ്ഫാ ഹമ്മുക, നിന്റെ വിഷമം നിനക്കില്ലാതെയാവും, ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വതുഗ്ഫറു ദംബുക, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് കഅബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറഞ്ഞു. ജീവിതം സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കണം, ജീവിതം സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കുമ്പോ ജീവിതത്തിൽ സമാധാനമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുഖമാകെ സന്തോഷിച്ചിട്ട് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് പ്രസന്നമായിരിക്കുകയാണ്. നബി തങ്ങളുടെ മുഖം ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി. നമ്മള് സന്തോഷം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയൂലേ? ഒരാളുടെ ദുഃഖമുണ്ടെങ്കിലും തിരിച്ചറിയും, ടെൻഷൻ ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും നമുക്ക് നേരെ നമ്മൾ മുഖം നോക്കും, പറയും എന്താണ് ആകെ മൂഡ് ഓഫ് ആണല്ലോ, എന്താ കുഴപ്പം? നല്ല ഹാപ്പി ആണല്ലോ, എന്തെങ്കിലും ഗോൾ അടിച്ചോ ചോദിക്കൂല നമ്മള്. എന്നാ ഒരാളുടെ കൈ നോക്കിയിട്ട് പറയാൻ പറ്റുമോ നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തിന്റെ കവിളുകൾ, റസൂലുള്ളാഹി തങ്ങളുടെ കവിൾ തടങ്ങൾ പ്രകാശിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു സ്വഹാബി ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മാ റഅയ്തുക
അത്യബു നഫ്സൻ വലാ അദ്ഹറു ബശറാ മാ റഅയ്തുക അത്യബ നഫ്സൻ വലാ അദ്ഹറ ബശറാ. നബിയേ, അങ്ങയെ ഇന്നത്തെ ദിവസത്തെക്കാൾ പ്രസന്നവദനനായി, സുസ്മേരവദനനായി, പുഞ്ചിരി തൂകി സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ തിളക്കമാർന്ന മുഖം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് കണ്ടതുപോലെ വേറൊരു ദിവസത്തിലും ഞാൻ കണ്ടിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വമാലി, ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും? വമാലി ലാ തത്വീബു നഫ്സി, എന്റെ ശരീരത്തിന് എങ്ങനെ സമാധാനം ലഭിക്കാതിരിക്കും? എന്റെ ശരീരത്തിന് എങ്ങനെ ശാന്തി ലഭിക്കാതിരിക്കും? സന്തോഷം ലഭിക്കാതിരിക്കും? വയൽഹറു ബശരി, എന്റെ തൊലി എങ്ങനെ പ്രകാശിക്കാതിരിക്കും? വഇന്നമാ ഫാറഖനി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോ ഇവിടുന്ന് വിട്ടിട്ടേയുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം വിട്ടിട്ടുള്ളൂ. നമ്മളെ കല്യാണം കഴിക്കാൻ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പെൺകുട്ടിയുടെ കല്യാണമാണ്, പടച്ചോനെ എന്താ ചെയ്യാ, ഒരു വഴിയും തെളിഞ്ഞു കാണുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ തലച്ചോഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരാൾ വീട്ടിൽ വന്നിട്ട് ഒരു 5 ലക്ഷം നൽകി പോകുന്നത്. അയാൾ പോകുമ്പോ വേറൊരാളൊന്നും വല്ലാത്ത ഹാപ്പിയാണല്ലോ, എന്താണ്, എങ്ങനെ സന്തോഷിക്കാതിരിക്കും? നാലിന്നൊരാൾ 5 ലക്ഷം തന്നിട്ട് പോയിട്ടേ ഉള്ളൂ. അതിന്റെ എഫക്റ്റ് ആണ് എന്റെ മുഖത്ത് കാണുന്നത്. ഇതേപോലെ ഞങ്ങൾ പറയാം, എങ്ങനെ ഞാൻ സന്തോഷിക്കാതെ? ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ ഇവിടുന്ന് വിട്ടിട്ടേയുള്ളൂ. എന്താണ് വിഷയം? فقال يا محمد صلى الله عليه وسلم من صلى عليك من أمتك صلاة كتب الله له بها 10 حسنات. അങ്ങയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പ്രതിഫലങ്ങൾ അവൻ അല്ലാഹു എഴുതി വെക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ടേയുള്ളൂ. അതുകൊണ്ട് റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുവീൻ. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോഴേക്കും 10 നന്മകളാണ് ഇവിടെ എഴുതി വെച്ചത്. നന്മയുടെ ഏടിൽ 10 നന്മകളാണ് അല്ലാഹു എഴുതി വെച്ചത്. ഒരു സ്വലാത്തിന് 10 നന്മ. റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിക്കുകയാണ്, വമഹാ അൻഹു 10 സയ്യിആത്. ഒരു സ്വലാത്തിന് ഈ തിന്മയുടെ ഏടുകളിൽ നിന്ന് അല്ലാഹു 10 തിന്മയെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയില്ലേ ഇപ്പോ, ആ ഒരു സ്വലാത്തിന് 10 നന്മ ഇവിടെ എഴുതി വെച്ചു, 10 തിന്മ ഇവിടെ നിന്നും വെട്ടിച്ചുരുക്കി. നമ്മുടെ നന്മയും തിന്മയും ഇങ്ങനെ തൂക്കി വെക്കുക. അപ്പോഴാണ് രണ്ടും ഈക്വലായി കിടക്കുന്നത്. 100 നന്മയും 100 തിന്മയും ഇങ്ങനെ ഈക്വലായി, രണ്ടും ഇങ്ങനെ അങ്ങോട്ടും താഴുന്നില്ല, ഇറങ്ങുന്നില്ല, കയറുന്നില്ല, ആ ഒരു രീതിയിൽ സമമായി ഇരിക്കുക. അപ്പോഴാണ് ഒരു സ്വലാത്ത് ചൊല്ലിയത് ഒരാൾ, സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇത് ചൊല്ലുമ്പോ ചെറിയ ഒരു താഴ്ചയല്ല വരിക. എന്തേ? 100 ഹസനത്തുള്ള ഒരാളുടെ ഏടിൽ 110 ഹസനത്തായി. 10 കിലോഗ്രാം ഇവിടെ വർദ്ധിച്ചു. അതേപോലെ ഇവിടുന്ന് 10 തിന്മകൾ മായ്ച്ചു, ഡിലീറ്റ് ചെയ്തു. എന്തായി? ഇവിടെ 90, മറ്റിടത്ത് 110 ആയി. 20 ഡിഫറന്റ് വന്നു. ഒരു ഡിഫറന്റ് ഇല്ലാത്ത സ്ഥലത്ത് 20 ഡിഫറന്റ് വന്നു. ഇവിടെ 90 ആയി, ഇവിടെ 110 ആയി. അത് മാത്രമല്ല, വീണ്ടും ഇവിടെ കൂടാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വമഹാ അൻഹു 10 സയ്യിആത്. 10 തിന്മകളാണ് അല്ലാഹു മായ്ച്ചു കളയുന്നത്. വറഫഅഹു ബിഹാ 10 ദറജാത്. അവന് 10 സ്ഥാനങ്ങൾ അല്ലാഹു വർദ്ധിച്ചു കൊടുക്കും. വീണ്ടും കൂടി ഇവിടെ 10 എണ്ണം, 10 സ്ഥാനങ്ങൾ അല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് ഇന്നാലിന്നൊരു പൊസിഷൻ, ഇന്നാലിന്നൊരു സ്ഥാനമാണ് നൽകാൻ ഉദ്ദേശിച്ചതെങ്കിൽ സ്വലാത്ത് ചൊല്ലിയത് കാരണം അത് 10 മടങ്ങായി അല്ലാഹു വർദ്ധിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞിട്ട് ഇവിടുന്ന് വിട്ടുപോയിട്ടേയുള്ളൂ. അതിന്റെ സന്തോഷമാണ് എന്റെ മുഖത്ത് പ്രകടമാവുന്നത് എന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്തിന് ഇത്ര മഹത്വം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 തിന്മ അങ്ങോട്ട് മായ്ച്ചു കളയാ, 10 നന്മ ഇവിടെ വർദ്ധിക്കുക, 10 ദറജ സ്ഥാനം, 10 ദറജ, 10 സ്ഥാനങ്ങൾ
വർദ്ധിക്കുക. അത് മാത്രമാണോ? അല്ല. വഖാല ലഹുൽ മലകു മിസ്ല മാ ഖാല ലക, അതേപോലെ അവനോട് മലക്ക് പറയും വഖാല ലഹുൽ മലകു മിസ്ല മാ ഖാല ലക, നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ. മലക്കിന്റെ ദുആവും കിട്ടി, ഒരു സലാത്തിന് അതോടൊപ്പം മലക്കിന്റെ ഒരു ദുആവും കിട്ടി. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ, ജിബ്രീലേ, വമാ ദാക്കൽ മലക്, ആരാണ് ആ മലക്ക്? ഒരു മലക്ക് ഒരു സലാത്ത് ചൊല്ലിയാൽ ഒരു മലക്ക് നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. നിനക്കും ഖൈറുണ്ടാവട്ടെ, നിനക്കും ഗുണമുണ്ടാവട്ടെ എന്നൊരു മലക്ക് ദുആ ചെയ്യുമെന്നാണ്. ഞാൻ ചോദിച്ചു, വമാ ദാക്കൽ മലക്, ആ മലക്ക് ആരാണ്? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, ഇന്നല്ലാഹ അസ്സ വജല്ല വക്കല മലകൻ, ഒരു മലക്കിനെ പ്രത്യേകം ഏൽപ്പിക്കും, മില്ലദുൻ ഖൽഖിക ഇലാ അയ്യുബഅസക, താങ്കളുടെ പുനർജന്മം നടക്കുന്നത് വരെ. അന്ത്യനാൾ നടന്നു, സൂറന്ന കാലത്തിൽ ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ ഊത്തിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബാണ് ആദ്യം പുനർജന്മം നൽകപ്പെടുന്നത്. ആ സമയം വരെ ഒരു സ്വലാത്ത് ചൊല്ലിയവന് ദുആ ചെയ്യാൻ അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കുമെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സ്വലാത്ത്. ഇത് ആരാണ് പറഞ്ഞത്? വമാ യാതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഇത് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വമാ യൻതിഖു അനിൽ ഹവാ, നമ്മെപ്പോലെ സർവറാന്ന് സംസാരിച്ച് സമയം കളയുന്നവരല്ല. അവര് സംസാരിച്ചാൽ അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങളിലേക്ക് ഫിത്നകൾ പ്രത്യക്ഷപ്പെടും. അവസാന കാലം വരുമ്പോൾ ഓരോ വീട്ടിലും ഒരു ഫിത്ന വരാനുണ്ട്. അത് ഓടിട്ട വീടെന്നില്ല, അത് ഏതെങ്കിലും ഓലമേഞ്ഞ വീടെന്നില്ല, ടെറസിന്റെ വീടെന്നില്ല, വാർപ്പിന്റെ വീടെന്നില്ല. ഒരു വീടൊഴിയാതെ വീടാന്തരം ഒരു ഫിത്ന വരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഫിത്നയാണല്ലോ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ വീടിന്റെ മുകളിൽ കാണുന്ന ഏരിയലുകളൊക്കെ. ഏത് വീടിലാണില്ലാത്തത്? പാവപ്പെട്ടവന്റെ വീടിലുണ്ട്, മുതലാളിയുടെ വീടിലുണ്ട്. ഏതെങ്കിലും കൂരകളിൽ വരെ തിന്നാൻ പോലും ഒരു നേരത്തെ അപ്പക്കഷ്ണത്തിന് വേണ്ടി പാടുപെടുന്നവരുടെ വീട്ടിലും ഈ ടി വി ഉണ്ട്. ഇങ്ങനെ ഒരു ഫിത്ന വരും. ഇതൊക്കെ ഒരു രസമായി തോന്നാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കറുത്ത പുള്ളികൾ ഇട്ട് തരും. ഇനി ആരെങ്കിലും ഇതിനെ എതിർക്കാൻ തുടങ്ങിയാൽ ഇത് പറ്റില്ലല്ലോ, ആഭാസങ്ങൾ പാടില്ലല്ലോ, അനാചാരങ്ങൾ പാടില്ലല്ലോ, മയക്കുമരുന്നിന്റെ അഡിക്റ്റായി പോവാൻ പാടില്ലല്ലോ, പരസ്ത്രീ ബന്ധം പാടില്ലല്ലോ, സിനിമകളുടെയും ഗാനങ്ങളുടെയും അഡിക്റ്റായി മാറുന്നത്, അടിമയായി മാറുന്നത് പാടില്ലല്ലോ എന്നൊരാൾക്ക് തോന്നിപ്പോയാൽ അവന്റെ ഹൃദയം പ്രകാശിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ഹൃദയങ്ങളാണ്. ഒരു ഹൃദയം കറുത്തത്, മറ്റൊരു ഹൃദയം വെളുത്തത്. ഇനി കറുത്തു പോയാലോ? ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ. അവന് നന്മ എന്ത്, തിന്മ എന്ത് എന്നവന് തിരിച്ചറിയില്ല. എന്താണ് നന്മ എന്ന് തിരിച്ചറിയില്ല. അപ്പോഴാണ് ഇവിടെ പീഡനങ്ങൾ നടക്കുന്നത്, അപ്പോഴാണ് ഇവിടെ പരസ്യമായി മദ്യപാനം നടക്കുന്നത്, അപ്പോഴാണ് ഇവിടെ പരസ്യമായി കൊലപാതകങ്ങൾ നടക്കുന്നത്. എന്റെ ഹൃദയം കറുത്തുപോയാൽ ലാ യഅരിഫു മഅറൂഫാ വലാ യുൻകിറു മുൻകറാ, നന്മയെയും തിന്മയെയും തിരിച്ചറിയാതിരിക്കും. ഈ ഹൃദയങ്ങളെയാണ് ശുദ്ധീകരിക്കേണ്ടത്. അത് ശുദ്ധീകരിക്കാനുള്ള ഉപായം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. ഇന്ന ഹാദിഹിൽ ഖുലൂബ യസ്തഉ കമാ യസ്തഉൽ ഹദീദു മിനൽ മാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുലൂബ, നമ്മുടെ ഈ ഹൃദയങ്ങൾ അത് ഇങ്ങനെ തുരുമ്പ് പിടിക്കുന്നത് പോലെ തുരുമ്പ് പിടിച്ചു പോകും. ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിക്കുന്നത് പോലെ, ഇരുമ്പുകൾ ജീർണിക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ ഹൃദയം ജീർണിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. ഇന്ന ഹാദിഹിൽ ഖുലൂബ ലതസ്ദഉ കമാ
യുസ്തഉൽ ഹദീദു മിനൽ മാ. ഇരുമ്പിലേക്ക് വെള്ളം ചേരുമ്പോ അത് ജീർണിച്ചു പോകുന്നത് പോലെ മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾ ജീർണിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോഴാണ് സ്വഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഫമാ ജലാഉഹാ, ഇനി കറുത്തുപോയ ഹൃദയങ്ങളെ എങ്ങനെയാണ് ശുദ്ധീകരിക്കാൻ പറ്റുക? കറുത്തുപോയ ഹൃദയങ്ങളെ എങ്ങനെയാണൊന്ന് നല്ല രീതിയിലേക്ക് മാറ്റാൻ പറ്റുക? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, കസറത്തു ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കണേ, ദിക്റിന്റെ മജ്ലിസുകൾ അധികരിക്കണം, സ്വലാത്തിന്റെ മജ്ലിസുകൾ അധികരിക്കണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, സ്വലാത്ത് അധികരിപ്പിക്കണം, ദിക്ർ അധികരിപ്പിക്കണം. കസറത്തു ദിക്രില്ലാഹ്, ദിക്ർ അധികരിപ്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുമാറാവട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളിയിൽ ഉസ്താദുമാര് ചൊല്ലിത്തരുന്ന ദിക്റാണത്. ജദ്ദിദു ഈമാനകും, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. മൊബൈൽ ഫോണിന്റെ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ, മൊബൈൽ ഫോണിന്റെ സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ 2016 കഴിഞ്ഞു, 2017 ആകുമ്പോൾ വിൻഡോസ് XP-യും 7-ഉം 8-ഉം 10-ഉം വരുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇടയ്ക്കിടെ നിങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ജദ്ദിദു, നിങ്ങൾ പുതുക്കണം, ഈമാനകും, നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ പുതുക്കണം. ഫഇന്നൽ ഈമാന യുബ്ലാ കമാ യുബ്ലാ ഥൗബു, നമ്മുടെ വസ്ത്രങ്ങൾ തുരുമ്പിച്ചു പോകുന്നത് പോലെ, നമ്മുടെ വസ്ത്രങ്ങൾ നുരുമ്പിച്ചു പോകുന്നത് പോലെ, നമ്മുടെ വസ്ത്രങ്ങൾ ദ്രവിച്ചു പോകുന്നത് പോലെ, ഒരുപാട് ദിവസങ്ങൾ ധരിക്കുമ്പോൾ അതിൽ ദ്വാരങ്ങൾ വരുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളിലും ദ്വാരങ്ങൾ വരുന്നുണ്ട്, അത് തുരുമ്പിച്ചു പോകുന്നുണ്ട്, അത് ജീർണിച്ചു പോകുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോഴാണ് സ്വഹാബാക്കൾ ചോദിച്ചത്, മാ നഖൂലു യാ റസൂലല്ലാഹ്, നബിയേ, ഈ ഹൃദയം ശുദ്ധീകരിക്കുവാനും ഇത് അപ്ഡേറ്റ് ചെയ്യുവാനും എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, മറ്റൊരു ദൈവമില്ല, മറ്റൊരു രക്ഷിതാവില്ല എന്ന അർത്ഥം വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. ഹൃദയം തുരുമ്പിക്കാതെ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു ഉപകരണമാണ് നമ്മൾ സംഘടിച്ചു ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലയും സ്വലാത്തും സുബ്ഹാനല്ലയും തസ്ബീഹുകളും തഹ്ലീലുകളും ഒക്കെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളൊക്കെ ശുദ്ധീകരിച്ചു തരുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതത്തിൽ വിജയം ലഭിക്കുക? ഒരാൾക്ക് എങ്ങനെ ജീവിതത്തിൽ വിജയം ലഭിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ അബൂദർ, അതറാ, നിനക്ക് തോന്നുന്നുണ്ടോ കസ്റത്തുൽ മാലി, നിന്റെ അഭിപ്രായം എന്താണ്? ആരാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളി? ആരാണ്? ഒരുപാട് സമ്പത്തുണ്ട് എന്നത് ഒരാൾ മുതലാളിയാണ് എന്നതിന്റെ ലക്ഷണമാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അബൂദർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ മുന്തിയ വാഹനങ്ങളിൽ പോകുന്നവർ, വലിയ വലിയ അമ്പരചുംബികളായ വീടുകളിൽ താമസിക്കുന്നവർ, നോട്ടുകെട്ടുകൾ വലിച്ചെറിയുന്നവർ, അവർ മുതലാളിയാണ്, ഐശ്വര്യവാന്മാരാണ്, അവർ ധനികരാണ്. സമ്പത്തില്ലാതെ, വാഹനമില്ലാതെ, വീടില്ലാതെ അലഞ്ഞു തിരിയുന്നവർ ദരിദ്രരാണ് എന്ന് തോന്നുന്നുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അതെ, ഞങ്ങളുടെ നാട്ടിൽ പൈസ ഇല്ലാത്തവൻ ദരിദ്രനാണ്. അല്ല, ഒന്നുമില്ല, ദരിദ്രൻ പൈസ ഇല്ലാത്തവനല്ല, ധനികൻ പൈസയുള്ളവനല്ല. ആരാണ് ധനികൻ, ആരാണ് ദരിദ്രൻ? न दौलत से न दुनिया से न घर आबाद करने से
तसल्ली दिल को मिलती है खुदा को याद करने से. ആർക്കാണ് വിജയം ലഭിക്കുന്നത്? മനസ്സിന് സമാധാനമില്ലാത്തവന് എന്ത് വിജയമാണ്? ഒരുപാട് സമ്പത്തുണ്ട്, ജീവിതത്തിൽ സമാധാനമില്ലാതെ വിജയമാണോ? വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ ഗൾഫിലുണ്ട്, നാട്ടിലുണ്ട്, പക്ഷേ കുടുംബത്തിൽ നിന്നും പിണക്കമാണ്. എന്ത് സുഖം? പൈസ ഉണ്ട്, സുഖമില്ല. സുഖം സുഖം ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ പോയി 1000ന്റെ നോട്ടുകെട്ടുകൾ എണ്ണിക്കൊടുത്താൽ വാങ്ങിക്കാൻ അത് ലഭിക്കില്ല. അപ്പൊ എവിടെ വിജയമുണ്ട്? സമാധാനം എവിടെയുണ്ടോ അവിടെ വിജയം. എങ്ങനെയാണ് സമാധാനം ലഭിക്കുക? സമ്പത്ത് കൊണ്ട് സമാധാനം ലഭിക്കില്ല, സ്ഥാനമാനങ്ങൾ കൊണ്ട് സന്തോഷം ലഭിക്കില്ല. മനോഹരമായ 10,000-കണക്കിന് സ്ക്വയർ ഫീറ്റുകൾ വലിപ്പമുള്ള അമ്പരച്ചുംബിയായ വീടുകൾ നിർമ്മിക്കുന്നതിലും സമാധാനമില്ല. പിന്നെ എവിടെയാണ് സമാധാനം? തസല്ലീ ദിൽ കോ മിൽത്തി ഹൈ ഖുദാ കോ യാദ് കർനെ സേ. എപ്പോഴാണ് അല്ലാഹുവിനെ, ഹബീബിനെ, അല്ലാഹുവിനെ ഓർക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നത്? അപ്പോഴാണ് ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നത്. ആ സമാധാനം എവിടെയുണ്ടോ അവിടെയാണ് വിജയമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനം വേണം.